എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശീഘ്രസ്ഖലനം ഇല്ലാതാക്കാൻ ഇരുന്ന ഇരുപ്പിൽ തന്നെ ഈ ടെക്നിക്ക് ഒന്ന് ചെയ്തു നോക്കൂ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം എന്നത്. 5 മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സംഭവിക്കുന്നു. ഇങ്ങനെ പലർക്കും പല പരാതിയാണ്. എന്നാൽ ശരിയായ ശീഘ്രസ്ഖലനം എന്നത് 1 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അതെ, ലിംഗം യോനിയിലേക്ക് എത്തേണ്ട താമസം 1 മിനിറ്റ് കൊണ്ട് തന്നെ സ്ഖലനം അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. എന്നാൽ ഇത് വല്ലപ്പോഴുമാണ് എങ്കിലും ഇത് ശീഘ്രസ്ഖലനമായി കണക്കാക്കപ്പെടുന്നില്ല. ഇത് നിങ്ങൾക്ക് ഒരു 4-5 മാസം തുടർച്ചയായി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലാണ് ശീഘ്രസ്ഖലനം എന്ന രോഗാവസ്ഥയിലേക്ക് ഇത് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ശീഘ്രസ്ഖലനത്തിന് പലതരത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. എന്നാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നാച്ചുറലായി ഇരുന്ന ഇരുപ്പിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില ടിപ്പുകളാണ് ഇനി പറയുന്നത്. ഇത് ചെയ്തു നോക്കൂ. ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പണച്ചെലവോ ഇല്ല. ഇതിനായി ചെയ്യേണ്ടത് കീഗൽ എക്സസൈസ് ആണ്. അതെ, കീഗൽ എക്സസൈസ് കേട്ടിട്ടുണ്ടോ? കീഗൽ എക്സസൈസ് ചെയ്യുന്നത് പെൽവിക് ഫ്ലോർ മസിലുകൾക്ക് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ വ്യായാമം ലഭിക്കുന്നത് പെൽവിക് ഭാഗത്തെ മസിലുകൾ സ്ട്രോങ് ആക്കുവാനും പെൽവിക് ഓർഗൻസ് സ്മൂത്തായി വർക്ക് ചെയ്യാനുമെല്ലാം ഈ കീഗൽ എക്സസൈസ് വളരെ നല്ലതാണ്. ഇത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും നല്ലതാണ്. ഇത് ചെയ്യേണ്ട വിധം ഇനി പറയാം. നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് വിടാനുള്ള ഒരു തോന്നലുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഗ്യാസ് പുറത്തേക്ക് വിടുമോ? ഇല്ല, നിങ്ങളത് പിടിച്ചു വെക്കാൻ ശ്രമിക്കും അല്ലേ? അതിനായി മലദ്വാരത്തിൻ്റെ ആ ഭാഗം ചെറിയ രീതിയിൽ സ്ട്രെങ്ത് കൊടുത്ത് നിങ്ങൾ ആ ഭാഗം ക്ലോസ് ചെയ്യിക്കും. അതെ, ഇത് തന്നെയാണ് ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. ആ ഭാഗം പതിയെ സ്ട്രെങ്ത് കൊടുത്ത് പിന്നെ വിടുക. ഇങ്ങനെ 1 മുതൽ 10 വരെ എണ്ണിയതിന് ശേഷം പതിയെ ബലം വിടുക. ഇങ്ങനെ ചെയ്യുന്നത് മലദ്വാരത്തിൻ്റെ ആ ഭാഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? അതെ, മൂത്രമൊഴിക്കുന്ന ആ ഭാഗം പിടിച്ചു വെക്കാൻ അഥവാ മസിലുകൾ കൊണ്ട് അവിടെ സ്ട്രെങ്ത് കൊടുത്ത് അത് പിടിച്ചു വെക്കാൻ നോക്കുന്നു. അതുപോലെ തന്നെ ഇതും 1 മുതൽ 10 വരെ എണ്ണുന്നത് വരെ ഈ ഭാഗം പിടിച്ചു വെക്കുക, എന്നിട്ട് പതിയെ വിടുക. ഇങ്ങനെ ദിവസവും 3 തവണ ചെയ്യുന്നത് അഥവാ 3 നേരം വീതം ചെയ്യുന്നത് നിങ്ങളുടെ പെൽവിക് മസിലുകൾക്ക് ഏറെ ഫലപ്രദമാണ്. ശീഘ്രസ്ഖലനം, അതുപോലെ തന്നെ തുമ്മുമ്പോഴോ കുരയ്ക്കുമ്പോഴോ മൂത്രമൊഴിച്ചു പോകുന്ന അവസ്ഥ, ഇത്തരക്കാർക്കൊക്കെ ഇത് മസിലുകൾ സ്ട്രോങ് ആവാൻ ഏറ്റവും നല്ലതാണ്. സ്ത്രീകൾക്ക് പ്രസവത്തിലൂടെ വരുന്ന യോനി ലൂസാകുന്ന അവസ്ഥ, അതുപോലെ തന്നെ തുമ്മിയാൽ മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ, ഇവയെല്ലാം ഇതിലൂടെ മറികടക്കാനാവുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തു നോക്കൂ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.